കണ്ണൂർ തളിപ്പറമ്പ് അഗ്നിശമന നിലയത്തിന് കീഴിൽ വിവിധയിടങ്ങളിൽ തീപിടുത്തം. ഏക്കർ കണക്കിന് സ്ഥലം കത്തിനശിച്ചു. തളിപ്പറമ്പിന് പുറമെ പയ്യന്നൂരിൽ നിന്നും അഗ്നിശമന സേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വേനൽ ചൂട് സർവകാല റെക്കോർഡ് മറികടന്നതോടെ തീപിടുത്ത സാധ്യതകളും ഏറുകയാണ്. തളിപ്പറമ്പ് അഗ്നിശമന നിലയത്തിന്റെ പരിധിയിൽ 4ഓളം സ്ഥലത്താണ് അഗ്നിബാധയുണ്ടായത്. ചെനയന്നൂരിലെ തളിപ്പറമ്പ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് മുന്നിൽ സ്വകാര്യ വ്യക്തികളുടെ 7 ഏക്കറോളം സ്ഥലം കത്തിനശിച്ചു. കശുമാവുകളും കുറ്റിക്കാടുകളും ഉണങ്ങിയ പുല്ലുകളും കത്തിനശിച്ചു. കാഞ്ഞിരങ്ങാട് RTO ഗ്രൗണ്ടിന് സമീപത്ത് 1 ഏക്കറോളം സ്ഥലത്താണ് തീ പടർന്നത്. ഉണങ്ങിയ പുല്ലും കുറ്റിക്കാടുകളും ഉണങ്ങിയ മരകഷ്ണങ്ങളും കത്തിനശിച്ചു. ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ K സഹദേവന്റെ നേതൃത്വത്തിൽ അഗ്നിശമന സേനാംഗങ്ങളായ PV ഗിരീഷ്, KV അനൂപ്, T വിജയൻ, ST അഭിനവ, വിജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് നിലയത്തിലെ അഗ്നിശമന സേനാംഗങ്ങളും നാട്ടുകാരും ചേർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ചെറിയൂർ പാറയിൽ 10 ഏക്കറോളം സ്ഥലം കത്തിനശിച്ചു. അഗ്നിശമന സേനയുടെ വാഹനം എത്താത്ത സ്ഥലമായതിനാൽ സ്റ്റേഷൻ ഓഫീസർ പ്രേമരാജൻ കക്കാടി, സേനാംഗങ്ങളായ MG വിനോദ് കുമാർ, T അഭിനേഷ്, ധനഞ്ജയൻ, മാത്യു ജോർജ് എന്നിവരടങ്ങിയ അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് പാത്രങ്ങളിൽ വെള്ളം എത്തിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പരിയാരം പഞ്ചായത്തിലെ മുടിക്കാനം പെരുവളങ്ങ പ്രദേശത്തെ 2 ഏക്കർ സ്ഥലത്തെ കശുമാവും അക്കേഷ്യ മരങ്ങളും കത്തിനശിച്ചു. സമീപത്തെ പ്ലൈവുഡ് ഇന്റർലോക്ക് കമ്പനികളിലെ ജീവനക്കാരാണ് തീ പടരുന്നത് കണ്ടത്. തളിപ്പറമ്പ് അഗ്നിശമന നിലയത്തിലെ വാഹനങ്ങളും സേനാംഗങ്ങളും മറ്റു സ്ഥലങ്ങളിൽ തീ അണയ്ക്കാനായി പോയതിനാൽ പയ്യന്നൂരിൽ നിന്നും ഒരു യൂണിറ്റ് അഗ്നിശമന സേന എത്തിയാണ് തീ അണച്ചത്.